എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ വ്യാഴവും ചന്ദ്രനും ശനിയും ഒരുമിച്ച് നിന്നാൽ അപ്പോൾ ജനിക്കുന്ന മനുഷ്യൻ ആരോഗ്യവാനും സ്ത്രീകളിൽ തൽപരനായിട്ടും ശാസ്ത്രങ്ങളിൽ വിശേഷ ജ്ഞാനം ഉള്ളവനായിട്ടും സകല കാര്യങ്ങളിലും അറിവുള്ളവനുമായിട്ടും ഗ്രാമം ഭവനം ഇവകളെ പരിരക്ഷിക്കുന്നവനുമായിട്ടും ഭവിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് ശനി ശുക്രൻ ചന്ദ്രൻ ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാൽ അക്ഷരങ്ങളെ നിർമ്മിക്കുന്നവനായിട്ടും വൈദികനോ പുരോഹിതൻ്റെ കുലത്തിൽ ജനിക്കുന്നവനോ ആയും ഗ്രന്ഥങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കുന്നവനായും ഭവിക്കും. അടുത്തത് വ്യാഴവും ചൊവ്വയും ബുധനും ഒരുമിച്ച് നിന്നാൽ നല്ല കവിതാ ഗുണത്തോടു കൂടിയവനും യുവതികളിൽ വളരെ താല്പര്യമുള്ളവനും അന്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നവനായും കഠിനനും നല്ല ഗായകനുമായി തീരുമെന്ന് പറയേണ്ടതാവുന്നു. അടുത്തത് ശുക്രനും ചൊവ്വയും ബുധനും ഒരു രാശിയിൽ നിന്നാൽ അംഗവൈകല്യത്തിനുള്ള സാധ്യത പറയുന്നുണ്ട്. വലിയ ചപല സ്വഭാവിയും കലഹമില്ലാത്തവനായും എപ്പോഴും നല്ല ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടിയിരിക്കുന്നവനായിരിക്കും. വളരെ പറയുന്ന സ്വഭാവത്തോടു കൂടിയവനും ആകുമെന്നാണ് ഇവിടെ പ്രമാണം പറയുന്നത്. അടുത്തത് ബുധൻ ശനി ചൊവ്വ ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വിദേശവാസിയായും നയനരോഗത്തോടു കൂടിയവനും കൃത്യവേല ചെയ്യുന്നവനും മുഖരോഗം ഇവയോടു കൂടിയവനായിരിക്കും. വളരെ അപൂർവമായിട്ട് മാത്രം ചിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനായും ഭവിക്കും ഇങ്ങനെയുള്ളവർ. അടുത്തത് വ്യാഴവും ശുക്രനും ചൊവ്വയും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഏറ്റവും സുന്ദരിയായ ഭാര്യയുള്ളവനും ലോകത്തിലെല്ലാവർക്കും സന്തോഷത്തെ ചെയ്യുന്നവനും രാജാവിന് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവനും. ഇപ്പോൾ രാജാവെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ. പണ്ട് രാജാവെന്ന് എഴുതി പ്രമാണങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ അത് ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരായിട്ട് ഭവിക്കുമെന്നാണ്. അടുത്തത് വ്യാഴവും ശനിയും ചൊവ്വയും ഒരു രാശിയിൽ നിന്നാൽ ഏതെങ്കിലും അവയവങ്ങളിൽ കുഷ്ഠമെന്ന രോഗമുള്ളവനോ രാജാവിനാൽ പൂജിക്കപ്പെടുന്നവനായും നീചപ്രവൃത്തി നിർധനത്വമുള്ളവനും പിന്നെ തൻ്റെ മിത്രങ്ങളെ തന്നെ നിന്ദിക്കുന്ന പാത്രീഭൂതനായിട്ടും ഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരി.